കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ കേരള വീടുകൾ, നമ്മുടെ തറവാടുകൾ ഇവയുടെ ഉള്ളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ വീടിന് പുറവശം നല്ല ചൂടാണെങ്കിലും അകവശം നല്ല തണുത്തതായിരിക്കും. നമ്മുടെ പഴയ വീടുകളിൽ ഫാൻ ഉണ്ടാവില്ല, എയർ കണ്ടീഷൻ പോലും ഉണ്ടാവില്ല. എന്നിട്ടും നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കും ആ വീടുകളിനുള്ളിൽ. ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ലെങ്കിൽ ആ കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എങ്കിൽ തുടങ്ങാം. പഴയ ആർക്കിടെക്ചർ രീതിയാണ് നാലുകെട്ട്. ഈ രീതിയിൽ വീടുകൾക്കുള്ളിൽ ഒരു നടുമുറ്റം എന്നറിയപ്പെടുന്ന തുറന്ന സ്പേസ് ഉണ്ടായിരിക്കും. ഇവയിലൂടെ ചൂട് എയർ മുകളിലേക്കും താഴേക്കും കണ്ടിന്യൂസ് ആയി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീടിനകം എപ്പോഴും തണുത്തിരിക്കും. ഈ ഓട്ടോമാറ്റിക് വെന്റിലേഷൻ രീതിയെ സ്റ്റക്ക് എഫക്റ്റ് എന്നാണ് ഇന്നത്തെ മോഡേൺ രീതിയിൽ പറയുന്നത്. പിന്നെ പഴയ വീടുകളുടെ ഒരു പ്രത്യേകതയാണ് വലിയ ജനലുകൾ, ഓപ്പോസിറ്റ് ഡോറുകൾ, ഉയർന്ന സീലിംഗ് ഇവയെല്ലാം. ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത വീടുകളാകുമ്പോൾ ഒരു വശത്തുകൂടെ കാറ്റ് കയറുകയും മറുവശത്തുകൂടെ കാറ്റ് ഇറങ്ങിപ്പോകാനുള്ളൊരു മാർഗവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ ഹീറ്റ് ട്രാപ്പായി നിൽക്കില്ല. അതുകൊണ്ട് തണുത്ത അന്തരീക്ഷമായിരിക്കും വീടിനുള്ളിൽ എപ്പോഴും. പിന്നെ നമ്മുടെ പഴയ വീടുകളൊക്കെ പണിതിരിക്കുന്നത് കല്ലും മണ്ണുമൊക്കെ ഉപയോഗിച്ചാണ്. പഴയ വീടുകൾ പണിയാൻ ലാറ്ററൈറ്റ് കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ ഹീറ്റിനെ സ്ലോ ആയി അബ്സോർബ് ചെയ്യുകയും സ്ലോലി റിലീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പകൽ ചൂട് അകത്ത് വരികയുമില്ല, രാത്രി നല്ല തണുപ്പ് നിലനിൽക്കുകയും ചെയ്യും. നമ്മുടെ പഴയ വീടുകൾക്ക് ചുറ്റും മരങ്ങളും തോട്ടങ്ങളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. മരം നല്ല തണല് തരികയും പ്ലാന്റ്സ് നല്ല കൂളിംഗ് എഫക്റ്റ് തരികയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആർക്കിടെക്ചർ രീതിയുടെ റിസൾട്ടാണ് കേരളത്തിലെ പഴയ വീടുകളിലെ ഈ പറഞ്ഞ പ്രത്യേകതയ്ക്ക് പിന്നിലെ കാരണം.